ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ബേബി ഗൗണാണ്. ഒരു ഫ്ലവറൊക്കെ വെച്ച് 2 ലെയേഴ്സൊക്കെ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 മീറ്റർ കോട്ടൻ്റെ ലൈനിങ്, 3/4 മീറ്റർ സിൽക്കിൻ്റെ മെറ്റീരിയൽ, അതുപോലെ 1.5 മീറ്റർ ഓർഗൻസ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 6 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ബോഡി പാർട്ടിൻ്റെ അളവിനനുസരിച്ച് ആദ്യം തന്നെ പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്ക് പാർട്ടും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ സ്പേസ് വെക്കണം. അതിന് ശേഷം നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ടോട്ടൽ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത്. അതിൽ 1/2 ഇഞ്ച് സീം അലവൻസിലേക്കും 7 ഇഞ്ച് നമ്മുടെ അളവിലേക്കുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അതുപോലെ ആം ഹോൾ എടുക്കുന്നതും 4 ഇഞ്ച് തന്നെയാണ്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് സീം അലവൻസിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേസ്റ്റ് എടുക്കുന്നതും അതേപോലെ തന്നെ 5 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസ് 6 ഇഞ്ച്. അപ്പോൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. അതുപോലെ നെക്ക് ലെങ്ത്ത് എടുക്കുന്നതും 2 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഈ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് നെക്ക് ലെങ്ത്തിലേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച്. ആ 1/2 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ആം ഹോളിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് തിരിച്ച് ആം ഹോളിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ അളവിൽ നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നെക്കിൻ്റെ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ അളവുകൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുകളിലത്തെ പാർട്ട് എടുക്കുന്നില്ല. ഈ അളവ് മാർക്ക് ചെയ്ത ഈ പാർട്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെക്ക് നമ്മൾ ഒരുമിച്ചല്ല കട്ട് ചെയ്യുന്നത്. നെക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തതുപോലെയും ബാക്കിലത്തെ നെക്ക് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സിബ് വയ്ക്കുന്ന ഭാഗം അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സിബ് വെക്കേണ്ട ആ പീസിൽ. നമുക്കിത് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് നമ്മൾ ബാക്ക് കട്ട് ചെയ്ത ഭാഗമാണ്. നമുക്കിനി ഇതുപോലെ സിൽക്കിൻ്റെ മെറ്റീരിയലും അതുപോലെ ഓർഗൻസ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഇതേ കളർ ഷെയ്ഡിൽ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനിതിൽ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് സാറ്റിനോ അല്ലെങ്കിൽ ക്രേപ്പോ തുണി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 3 മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം സിൽക്കിൻ്റെത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓർഗൻസ മെറ്റീരിയലും അതേ ഷേപ്പിൽ തന്നെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ഇതുപോലെ 3 പീസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ഓർഗൻസ മെറ്റീരിയലുള്ള 2 പീസാണ്. ഇത് നമ്മൾ ഷോൾഡറിൽ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 6 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചുമാണ്. അടുത്ത പീസ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ്. ഒരു 14 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഒരു 3 ഇഞ്ച് വിഡ്ത്തും ഇതിനെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ആദ്യം സിൽക്കിൻ്റെ മെറ്റീരിയലും അതിൻ്റെ മുകളിൽ ഓർഗൻസയും വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മളിതിൽ ആദ്യം കോട്ടൻ്റെത് വെച്ച് കൊടുക്കുന്നില്ല. ആദ്യം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സിൽക്കും ഓർഗൻസയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡറിലേക്ക് സ്ട്രാപ്പാണ് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ട്രാപ്പിലേക്കുള്ളതും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രാപ്പ് നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ സ്ട്രാപ്പ് ഇതുപോലെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ട്രാപ്പ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ട്രാപ്പ് വെച്ച ഭാഗം കുറച്ച് ലോക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചിട്ടെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എല്ലായിടത്തും ഒന്ന് എഡ്ജൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കത് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ തിരിച്ചു വെച്ച് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാക്ക് സൈഡ് 2 പീസ് ആയതുകൊണ്ട് ആദ്യം ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, സിബിൻ്റെ ഭാഗത്ത് വെച്ച് പോകരുത്. ഞാനിതിൽ പെട്ടെന്ന് സിബിൻ്റെ ഭാഗത്താണ് വെച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മറ്റേ ഭാഗത്ത് വെച്ച് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് സൈഡും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത് നമ്മുടെ യോക്കിൻ്റെ സൈഡ് ഭാഗമാണ്. അതിപ്പം ഫ്രണ്ടിലെ സൈഡ് ഭാഗവും നമ്മുടെ ബാക്കിലൊരു പീസിൻ്റെ സൈഡ് ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ബാക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. ഇതിൽ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ ആ ടൈ ഒന്ന് വെച്ച് കൊടുക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. 2 സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡ് ടൈ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡും നമ്മൾ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ബാക്ക് നമുക്ക് ടൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവെടുക്കാം. ഇത് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ അളവെടുത്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ബാക്ക് സൈഡിൻ്റെ മറ്റേ പീസിൻ്റെ അവിടെ വരെയുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ 22.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ കോട്ടൻ്റെ ലൈനിങ് ആണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 23 ആണ്. 22.5 മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഡബിൾ ഫോൾഡ് ചെയ്തതാണ്. നമുക്കിതിൻ്റെ ഡബിൾ വേണം പ്ലീറ്റൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സിൽക്കിൻ്റെതിലും അതേ അളവിൽ തന്നെ മുറിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് പ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ സ്കേർട്ടിൻ്റെ പാർട്ടിലേക്ക് ആദ്യം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓർഗൻസ മെറ്റീരിയലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. 2 പീസ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിൽ 2 ലെയറിൻ്റെയും വീതി ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 22.5 ഇഞ്ച് 22.5 ഇഞ്ച്. അപ്പോൾ 45 ഇഞ്ചാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നതുകൊണ്ട്. പിന്നെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ ആവശ്യമുള്ളത് 2 ലെയറിനും കൂടെ
ഹാഫ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 5 ഇഞ്ചാണെങ്കിൽ 10 ഇഞ്ചാണ് താഴത്തെ അളവ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾക്കായതുകൊണ്ട് അവളുടെ നീളത്തിനനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എത്രയാണോ നീളം ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം. ഞാൻ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയും. അതുപോലെ നടക്കുന്ന കുട്ടികളാണെച്ചെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്ലീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 45 + 45 ഇഞ്ച് വെച്ചിട്ട് കൂടുതൽ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നതാവും കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് അധികം തുണി ഇങ്ങനെ പൊന്തി കിടക്കുമ്പോൾ വല്ല വിമിഷ്ടടിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കുറച്ച് ചെറുതാക്കിയിട്ട് തുണി കുറച്ചിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ആ പീസിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിതാ യോക്കിൻ്റെ ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതായി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇത് ബാക്ക് സൈഡും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ സിബ് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇതുപോലെ ബാക്കിൽ സിബ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3.25 ഇഞ്ച് വൈഡിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ഫ്ലവറിന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ സൈഡൊക്കെ ഒരേപോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ പീസായിട്ട് ജോയിൻ ചെയ്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം എല്ലാ പീസും. ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിലാണ് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ സിൽക്കിൻ്റെ മെറ്റീരിയൽ നമുക്ക് ആദ്യം ഒന്ന് സൈഡ് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്കിത് തിരിച്ചിടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതേ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പീസ് ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ക്രോസ് പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എല്ലാ പീസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച സിൽക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു റോസാപ്പൂ മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് വെച്ച ക്രോസ് പീസ് ആദ്യം ഇതിൻ്റെ അറ്റത്തൊന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ അത് ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിലൂടെ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആവണമെന്നില്ല. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉള്ളിലേക്ക് കടക്കും തോറും പ്ലീറ്റ്സ് കുറച്ച് അകലം കുറച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഉള്ളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു സെൻറ്റർ പോർഷൻ എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ചെറിയ ഭാഗം
ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ തുന്നേണ്ട ആവശ്യമുള്ളൂ. ബാക്കി വരുന്നത് നമ്മൾ ലാസ്റ്റിലുള്ള നീളത്തിലുള്ള ആ പീസ് നമ്മൾ അറ്റത്തുനിന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്ക് അറ്റത്തുനിന്ന് ഇതുപോലെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം. അതൊന്ന് തുന്നിയെടുക്കണം. കുറച്ച് എല്ലാ സൈഡും ഒന്ന് തുന്നിയെടുക്കുക. അത് ഇളകി പോകാത്ത രീതിയിൽ വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗൗണിലേക്ക് വെച്ചിട്ട് തുന്നി കൊടുക്കാം. ഗൗണിൻ്റെ യോക്കിൻ്റെ ഭാഗത്ത് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇത് തുന്നിയെടുക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മുടെ സ്കേർട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിലാണിത് തുന്നിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്ട്രാപ്പിന് കുറച്ച് വലിയ ഗോൾഡൻ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവറിൽ ചെറിയ ഗോൾഡൻ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൗണിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്